ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച മോസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ എന്നൊക്കെ പറയാം. മെയിനായിട്ട് എല്ലാവരും ചോദിക്കാറ് ബത്തൂസിന് എത്ര ഏജ്, അതുപോലെ ബത്തൂസിന് എന്തൊക്കെ ഫുഡ് ഒരു ദിവസം കൊടുക്കാറ് എന്നൊക്കെ. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ വ്യത്യസ്തമായ ഫുഡാകും കൊടുക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശ ഉണ്ടാവാറ് കേട്ടോ. ദോശ പുട്ട് ഇങ്ങനെ മാറ്റി മറിച്ചിട്ടൊക്കെ കേട്ടോ. ചിലപ്പോൾ പത്തിരി അങ്ങനെ കൂടുതലും ദോശ നമ്മുടെ വീട്ടിലുണ്ടാക്കുക. പിന്നെ മലപ്പുറംകാർക്ക് അറിയാമല്ലോ മെയിൻ ദോശ തന്നെ. അപ്പോൾ നമ്മൾ രാവിലെ ദോശയും പഞ്ചസാരയായിട്ട് അവൾക്ക് കൊടുക്കാം. അപ്പോൾ അവൾ കൊടുത്തിട്ട് കഴിക്കണില്ല. അവളും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്കും മടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാം. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെ കേട്ടോ. പിന്നെ അവൾ ഒന്നാകെ ഞാൻ കഴിക്കണില്ല വെച്ചിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യില്ല കേട്ടോ. അവൾക്ക് വേണമെങ്കിൽ കഴിക്കേണ്ട ആ രീതിയിൽ. പക്ഷെ നമ്മൾ കൊടുത്ത് നോക്കും, കൊടുക്കാഞ്ഞിട്ടല്ലല്ലോ കഴിക്കാത്തത്. അങ്ങനെ നമ്മൾ കൊടുത്ത് നോക്കും, ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല കേട്ടോ. അന്ന് ഭയങ്കര വാശിയായിരുന്നു അവൾക്ക്, ഫുഡ് കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അവൾക്ക് എന്നാൽ സ്വയം വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവൾക്ക് തന്നെ സ്വയം വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ച് തുപ്പണമുണ്ട്, ചിലത് കഴിക്കണമുണ്ട്, അങ്ങനെ കേട്ടോ. ഞാൻ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു അവളുടെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ. ഞാൻ റെയിൻകോട്ട് ഇട്ട് കൊടുത്തിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കുളിപ്പിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം വന്ന രംഗാട്ടോ അത്. അപ്പോൾ അതിന് അവൾ ഓരോന്നും അവിടെ വലിച്ച് വാരി വിതറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊരു രീതിയിൽ നടന്നിട്ടുണ്ട്. പിന്നെ എന്നും അവൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞി കൊടുത്തിട്ടായിട്ട് ഇറക്കുക. അപ്പോൾ ടൈം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. കാക്ക് വിളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവളെ കുളിപ്പിച്ച് കൊടുക്കാറ്. അപ്പോൾ രാവിലെ ആദ്യം എണീറ്റ പാട് നമ്മളെന്താണോ ദോശ ഉണ്ടാക്കി വെച്ചാൽ അത് കൊടുക്കുക, എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൊടുക്കും കേട്ടോ. പിന്നെ അവളുടെ പിരിയും മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ ഉള്ള മുടി വെച്ച് ജസ്റ്റ് ഇങ്ങനെ മടഞ്ഞു കൊടുത്തിട്ടോ. മടയാന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലായിണ്ടാവില്ല അല്ലേ. അങ്ങനെ പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്ത് ചിലതൊക്കെ പരന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ സമ്മതിക്കും, ചിലപ്പോൾ സമ്മതിക്കില്ല, അതൊക്കെ കേട്ടോ അവളുടെ അവസ്ഥകൾ. പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കത് എന്താ പറയുക, ക്ലിയർ ഇല്ലാതെ തോന്നില്ല വോയിസ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കളഞ്ഞതാട്ടോ. പിന്നെ അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് പഴം കൊടുത്ത് നോക്കിയിട്ടോ. കഞ്ഞി ആയിട്ടില്ല തോന്നുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ ഞാൻ പഴം കൊടുത്തു നോക്കി. ഇത് കുറേ ദിവസമായിട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, അതാട്ടോ ഇങ്ങനെ വോയിസ് പറയുന്നത്. എങ്ങനെ പഴം കൊടുത്ത് നോക്കി. അപ്പോൾ അവൾ കഴിക്കണില്ല, അപ്പോൾ അവൾ തുപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊടുത്ത് നോക്കാമെന്ന് കേട്ടോ. അപ്പോഴത്തേനും ഉമ്മ കഞ്ഞി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ അവൾക്ക് കഞ്ഞി കൊടുത്ത് നോക്കി. ചെറുപ്പയർ കഞ്ഞി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പയറും ചോറും. അപ്പോൾ എനിക്ക് വെക്കുന്ന ടൈമിൽ തന്നെ അവൾക്ക് അതായിട്ട് കഞ്ഞിയാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ അതും തുപ്പിലായി കിട്ടും. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെ അവൾക്ക് ഞാൻ കൊടുത്തു ഞാനത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ മെയിനായിട്ട് നേരം വെളുക്കാൻ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങലാട്ടോ. പിന്നെ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് അവൾക്ക് മുട്ട പുഴുങ്ങിയത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കണ എന്തോ അവൾക്ക് വായിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നല്ല കൂളായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഇതാട്ടോ അവളുടെ ഒരു ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ഇരിക്കുക. ബൈ, അസ്സലാമു അലൈക്കും.